എജ്ജാതി എന്റർടൈനിങ് മാച്ച്. ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഇന്നലത്തെ ദിവസം അവസാനിക്കുന്നു. പക്ഷേ അവസാന ദിവസം ഇംഗ്ലണ്ട് വലിയൊരു കംബാക്ക് നടത്തുന്നു. ശരിക്കും കിളി പറഞ്ഞ മത്സരം. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ബ്യൂട്ടി എന്താണെന്ന് ശരിക്കും ആൾക്കാരോട് പറയാൻ പറ്റിയൊരു മത്സരം തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യക്ക് ജയിക്കാനാകുമായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇന്ത്യ താഴേക്ക് വീണെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗെയിം തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ 387 റൺസ് എടുത്ത ഇംഗ്ലണ്ടിനെതിരെ പിന്നീട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ 387 റൺസിൽ ഓൾ ഔട്ട് ആവുന്നു. പിന്നീട് ബാറ്റിംഗ് ഇറങ്ങിയ 192 റൺസിൽ അവിടെ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുന്നു. ദെൻ ചേസിന് ഇറങ്ങിയ ഇന്ത്യ 170 റൺസിൽ പടമാകുന്നു. അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിൽ 22 റൺസിന്റെ വിജയം നേടിയെടുത്തിരിക്കുകയാണ് ഇംഗ്ലണ്ട്. അവിടെ ജഡേജയുടെ പോരാട്ട വീര്യത്തിനെ എടുത്തു പറയണം. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ തോൽവിക്ക് കാരണം ഒരുപക്ഷെ ബാറ്റിംഗ് സൈഡിലെ പ്രകടനമാണെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ഇന്നിംഗ്സിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു കമ്പയർഡ് ടു ദ സെക്കൻഡ് ഇന്നിംഗ്സ്. ആ ഒരു സമയത്ത് കുറച്ചുകൂടി റൺസ് വരേണ്ട സമയത്താണ് നമ്മുടെ ഇന്നിംഗ്സിലെ KL രാഹുലിന്റെ പോരാട്ടം എടുത്തു തന്നെ പറയണം ഫസ്റ്റ് ഇന്നിംഗ്സ്. അതിനുശേഷം നോക്കി ഋഷഭ് പന്തിന്റെ ആ ഒരു റൺഔട്ട് ഭയങ്കര ഒരു തിരിച്ചടിയായിപ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്കോർ വന്നേനെ. ആ ഒരു സ്കോർ ശരിക്കും തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ സെക്കൻഡ് ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ജഡേജയ്ക്കൊപ്പം നല്ലൊരു പാർട്ണർഷിപ്പ് ടോപ്പ് ഓർഡറിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഒരു മത്സരം ഈസി ആയിട്ട് ചേസ് ചെയ്ത് ജയിക്കാൻ സാധിക്കുമെന്നാണ് തോന്നിയത്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ബോൾ ചെയ്ത് ഇന്ത്യ വീഴ്ത്തത്. അതോ സിറാജിന്റെ ആ ഒരു ഔട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയായിപ്പോയി. അത്രയും നേരം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത സിറാജ് അതൊരു വിക്കറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് പ്ലേ ബോൾഡ് ഭയങ്കര ശോകമായിപ്പോൾ. അതും ബോൾ ഉരുണ്ട് വന്ന് കയറിയായിരുന്നത്. വളരെ ഒരു കഷ്ടകാലം അങ്ങനെ തന്നെ പറയണം. എന്തായാലും മികച്ചൊരു പോരാട്ടം തന്നെയാണ് അവിടെ ജഡേജ കാഴ്ചവെച്ചത്. 181 ബോളിന് 61 റൺസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനുമാത്രം സന്തോഷം ഉണ്ടാകുന്ന വേറെ മൊമെന്റ് ഉണ്ടാകുമായിരുന്നില്ല. അത്ര കിടിലായിട്ടാണ് പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ടോപ്പ് ഓർഡറിൽ ആരെങ്കിലും ഒരാൾ പിടിച്ചു നിന്ന് ജഡേജയ്ക്കൊപ്പം നല്ലൊരു പാർട്ണർഷിപ്പ് കൊടുത്തിരുന്നത് ഈസി ആയിട്ട് മത്സരം പിടിച്ച് എടുക്കാമായിരുന്നു. എന്തായാലും ഇംഗ്ലണ്ട് മികച്ച രീതിയിൽ ഇന്ത്യയെ ട്രാപ്പിൽ കൊണ്ടുവരികയായിരുന്നു. അതോടൊപ്പം തന്നെ സിറാജിന്റെ ആ ഒരു 28 ബോളിലെ ഗെയിം എടുത്ത് പറയേണ്ട ഒരു കാര്യം, 30 ബോളിലെ ആ ഒരു ഗെയിം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം അത്രമാത്രം ടൈറ്റ് ഫീൽഡിലായിരുന്നു സിറാജിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സിറാജിനെ. പക്ഷേ മികച്ച രീതിയിൽ തന്നെ സിറാജ് അത്രയും നേരം കളിച്ചു. ആ ഒരു ബോളും മികച്ച രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ ബോൾ തിരിച്ച് റോൾ ചെയ്താണ് സ്റ്റമ്പിലിട്ട് കൊണ്ടത്. വളരെ സങ്കടകരമായിട്ടൊരു തോൽവിയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ കാണാം എങ്ങനെയാണ് ഇന്ത്യ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നത്. ആൻഡ് ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുകയാണ് 2-1 എന്ന രീതിയിൽ. സോ തിരിച്ചു വരാൻ ഇനിയും സമയങ്ങളുണ്ട്. ലെറ്റ്സ് സീ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമന്റ് അറിയപ്പെടുത്തിയിരുന്നു.